നമ്മുടെ അത്ഭുതങ്ങളിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. എത്ര പേർ ഈ അത്ഭുതങ്ങളെ മറ്റുള്ളവരുടെ നടുവിൽ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞു? എത്രയെത്ര അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. എത്രയെത്ര ദൈവപ്രവർത്തികൾ നാം കണ്ടു. എത്രയെത്ര ദൈവപ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിച്ചു. നമുക്കിനി തീരുമാനിക്കാം, ഈ ദൈവം ജീവിക്കുന്നുവെന്ന് എനിക്ക് പറയണം. ഈ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധ്യമാകുന്നത്. എത്ര പേർക്ക് അതിനകത്ത് ഉറപ്പുണ്ട്? വായിച്ചത് ഇങ്ങനാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 39-ാമത്തെ വാക്യം. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഒന്നിലധികം ആവർത്തി ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ഉറപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കാര്യം ഒന്നിൽ കൂടുതൽ ആവർത്തി എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ വേദപുസ്തകത്തിനകത്ത് അങ്ങനെ നിങ്ങൾ കണ്ടാൽ അതൊന്നുകൂടെ ആഴത്തിൽ ഉറപ്പിക്കപ്പെടുന്ന സന്ദേശമാണ്. ജനത്തിന്റെ ഇടയിൽ അവർ വെറുതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു മാറി എന്നുള്ളതല്ല, ജനത്തിനെല്ലാം ഉറപ്പുണ്ടായിരുന്നു, ഏലിയാവിന്റെ ദൈവം തന്നെയാണ്. ഏലിയാവിന്റെ ദൈവമായിരിക്കുന്ന യഹോവയാണ് ദൈവമെന്ന് കണ്ടു നിൽക്കുന്ന ജനത്തിന് ഉറപ്പ് വരത്തക്ക നിലകളിൽ ദൈവപ്രവൃത്തി ഏലിയാവിന്റെ കർമ്മേലിന്റെ പ്രാർത്ഥനയിൽ വെളിപ്പെടുവാനിടയായി. ഉറപ്പിക്കപ്പെടുന്ന സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എഴുന്നേൽക്കും. നിങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്ന അത്ഭുതങ്ങൾ അടുത്ത ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യുമ്പോൾ ഹല്ലേലൂയ, അവൻ ഈ ദൈവമാണ്, നിങ്ങൾ സേവിക്കുന്ന ദൈവമാണ് ദൈവമെന്ന് ഉറപ്പിക്കപ്പെടുന്ന സമയങ്ങൾ അവിടെ കുടുംബത്തിലുണ്ടാകും. എത്ര പേർ പറഞ്ഞു? എത്ര പേരോട് പറഞ്ഞു? 2 കാര്യങ്ങൾ നാം പറയണം. ഒന്ന്, ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് അത് അത്ഭുതങ്ങൾ. കാരണം ഈ ദൈവം ജീവിക്കുന്നു, ഞങ്ങളുടെ രക്ഷകൻ ജീവിക്കുന്ന യേശുവാണ്. രണ്ടാമത്, ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യം നാം പറയണം. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിലും മനുഷ്യരുടെ ഇടയിലും യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമം ദൈവം നൽകിയിട്ടില്ല. കാര്യം, യേശുവിലൂടെ ദൈവം ജനത്തിന് പാപമോചനം നൽകുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ നൽകുന്നു. എത്ര പേര് ഈ സുവിശേഷ സന്ദേശം അനേകരുടെ മധ്യേ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇല്ല എങ്കിൽ ഈ നാളുകൾ അങ്ങനെ നിങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് അനേകരുടെ നടുവിൽ യേശുവിനെ പ്രസന്റ് ചെയ്യുവാനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ യേശു ഇനിയും ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നൽകി തന്ന് യേശു ക്രിസ്തുവിന്റെ അത്ഭുത സാക്ഷിയായി നിങ്ങളെ നിർത്തിക്കൊണ്ട് അനേകരുടെ നടുവിൽ യേശു തന്നെയാണ് ദൈവമെന്ന് പറയത്തക്ക നിലകളിലുള്ള മഹാപ്രവർത്തികൾ കേൾവിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് അവനെ കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത്